കേരളത്തിലെ മുതിർന്ന നേതാവും കോൺഗ്രസിൻ്റെ എംപിയുമായ നേതാവ് ബി.ജെ.പിയിലേക്ക് ചെല്ലുന്നു എന്നുള്ള തരത്തിൽ ദേശീയ ദിനപത്രമായ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് വലിയ തോതിലുള്ള രാഷ്ട്രീയ കോലാഹലമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് തന്നെയാണ് CPM നേതാക്കൾ തന്നെ തുറന്നു പറയുന്നത്. MA ബേബി അടക്കമുള്ള അല്ലെങ്കിൽ വിജയരാഘവൻ അടക്കമുള്ളവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇവരെ സംബന്ധിച്ച് BJPയിൽ നിന്നിലേക്ക് പോകുക എന്നുള്ളത് ഒരു പുതിയ സംഭവമൊന്നുമല്ല, അത് ആദ്യത്തെ ഒരു കാര്യമൊന്നുമല്ല. ഇവർക്ക് ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഉള്ളതാണ്. കാരണം കൃത്യമായി ഇവരിൽ നിന്നുള്ള നേതാക്കന്മാർ ഓരോ ദിവസവും പോയിക്കൊണ്ടേയിരിക്കുന്നു, അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ MPയും എന്ന മുതിർന്ന നേതാവുമായ K. സുധാകരൻ തന്നെ BJPയിലേക്ക് പോകാൻ എല്ലാ അംഗവും നടത്തി കാത്തിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. K. സുധാകരനെ തന്നെ ചൂണ്ടിയാണോ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരു ആശങ്ക ഉണ്ടായിട്ടുണ്ട്. കാരണം വേറെ നേതാക്കന്മാർ MPയായ കോൺഗ്രസിൻ്റെ നേതാവായ വേറെ നേതാക്കന്മാരും BJPയിലേക്ക് കടന്നു ചെല്ലുമെന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് പുറത്തു വരുന്നത്. ഒരു ഘട്ടത്തിൽ ശശി തരൂരാണോ ഈ MP എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ BJPയിലേക്ക് ഒഴുകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ സംഭവത്തോട് ഈ വാർത്തയോട് പ്രതികരിച്ചത് അതായത് K. കരുണാകരൻ്റെ മകളും BJPയിലേക്ക് പോയ നേതാവുമായ പത്മജ വേണുഗോപാൽ ഇതിനോട് പ്രതികരിച്ചത് കോൺഗ്രസിലെ ആളുകളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് ഇനി മുന്നോട്ട് പോകാനില്ല. തൃശ്ശൂരിലെ ജനങ്ങളെല്ലാം വളരെ ഫെഡപ്പായ ഒരവസ്ഥയിലാണ്. അവർ വളരെ ആശങ്കയിലാണ്. കാരണം കോൺഗ്രസ് ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥയായിരിക്കുന്നു. പാർട്ടി ഓഫീസുകളെല്ലാം വൈകുന്നേരം ആകുമ്പോഴേക്കും അടച്ചുപൂട്ടി പോകുന്ന സമീപനമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ വളരെ കോൺഗ്രസിൻ്റെ നാശത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ് കാണുന്നതെന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് പത്മജ പറയുന്നു. ഏതായാലും ഇനി രമേശ് ചെന്നിത്തലയാണോ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല ആകാൻ വഴിയില്ല. കാരണം രമേശ് ചെന്നിത്തല MP അല്ലല്ലോ എന്നുള്ള ചോദ്യമാണ് അവിടെ ഉയർന്നത്. ഈ ഓരോ MPമാരെ കുറിച്ചും ഇങ്ങനെ KC വേണുഗോപാൽ ചെല്ലുന്നു എന്നുള്ള തരത്തിലുള്ള തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഏതായാലും മുതിർന്ന നേതാവ് തന്നെ പോകുന്നു എന്നുള്ള സ്ഥിതി വന്നതോടുകൂടി കോൺഗ്രസിലെ നേതാക്കന്മാർ പരസ്പരം ചോദിക്കുന്നു, ഞാനാണോ നീയാണോ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വളരെ ഉഷാറായിട്ടുണ്ട്. ഏതായാലും ഈ വാർത്തയോട് BJP വളരെ പോസിറ്റീവായാണ് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അവിടെ അതൃപ്തരായി കഴിയുന്നതിലും ഭേദം ഇങ്ങോട്ട് വരികയല്ലേ, അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. ഈ ഘട്ടത്തിലാണ് K. മുരളീധരൻ BJPയിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിൽ വന്ന K. മുരളീധരൻ്റെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് എങ്ങോട്ട് പോയാലും BJPയിലേക്ക് പോകില്ല മുരളീധരൻ എന്നാണ് പറയുന്നത്. കാരണം തൃശ്ശൂരിലുണ്ടായത് അത്ര വലിയ നാശമാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കില്ല എന്നാണ് പറയുന്നത്. ഏതായാലും കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പുലിവാല പിടിപ്പിച്ച് അണികളെയും എല്ലാം പറ്റിച്ചുകൊണ്ട് അവർ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇനി ഏത് നേതാവാണ് പോകുന്നതെന്നറിയാൻ ചിലപ്പോൾ ഒരു പക്ഷേ നാളെ നേരം വെളുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ നേതാക്കന്മാർ പോലെ BJP പാളയത്തിലായിരിക്കും. ഏതായാലും കോൺഗ്രസിലെ കളി കാത്തിരുന്ന് കാണാം.